ഇന്ത്യയുടെ എക്കണോമിയിലെ വളർച്ച കുതിച്ചുയരുന്നു. കിരീടം പ്രതീക്ഷിക്കാമോ? നമുക്ക് നോക്കാം. ഇപ്പോഴും ചൈനയ്ക്ക് തന്നെയാണ് ലോകകിരീടം എക്കണോമിയുടെ കാര്യത്തിൽ. 70കളിൽ ഉയരാൻ തുടങ്ങിയ എക്കണോമി 2001ഓടെ കുതിച്ചുയർന്നു. ചൈന ഇപ്പോൾ ഇന്ത്യയുടെ സാമ്പത്തിക വളർച്ച ഉറ്റുനോക്കുന്നു. ഇന്ത്യയുടെ GDP 6-7% വളരുകയാണ് കണക്കുകൾ പറയുന്നത്. ഇന്ത്യയാണ് ലോകത്തിലെ ഏറ്റവും പെട്ടെന്ന് വളരുന്ന എക്കണോമി. $3.5 ട്രില്യൺ നിന്ന് $7 ട്രില്യൺ ഇന്ത്യ 2023 അവസാനത്തോടെ എത്തിയത്. ചൈനയും US-നെയും പിന്തള്ളി ഇന്ത്യ 1.4 ബില്യൺ പോപ്പുലേഷനോടെ ഇന്ത്യ ഗ്ലോബൽ എക്കണോമിയുടെ ലീഡറാവും. ഒരുപാട് ലോകമെമ്പാടുമുള്ള ഇൻവെസ്റ്റ്മെന്റ് ബാങ്ക് ഇന്ത്യയെ നല്ലൊരു ഇൻവെസ്റ്റ്മെന്റ് ചെയ്യാനുള്ള ഇടമായി കാണുന്നുണ്ട്. ഇപ്പോൾ തന്നെ മോർഗൻ സ്റ്റാൻലി, ഗോൾഡൻ സാക്സ്, ബാക്സ്ലി എന്നീ ബാങ്കുകൾ ഇന്ത്യയിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇന്ത്യക്ക് ചൈനയുടെ കിരീടം കിട്ടുമോ? വേൾഡ് ട്രേഡ് ഓർഗനൈസേഷനിൽ കയറിയപ്പോൾ ഒരുപാട് ഫോറിൻ ഇൻവെസ്റ്റ്മെന്റ്സ് ചൈനയെ തേടി വന്നു. 90 വരെ ഇന്ത്യയുടെ എക്കണോമിക്ക് കാര്യമായ മാറ്റമൊന്നുമില്ലായിരുന്നു. പതുക്കെയാണ് അതിനുശേഷം ഇന്ത്യ വളർന്നത്. മാനുഫാക്ചറിങ്ങിൽ ചൈനയായിരുന്നു മുന്നേറിയിരുന്നത്. 24% ആയിരുന്നു, ഇന്ത്യക്ക് 16%. ഇന്ത്യയും ചൈനയും കൃഷി ചെയ്താണ് വളർന്നത്. 1990 റൂറൽ അഗ്രികൾച്ചർ എക്കണോമിയിൽ നിന്നും കുറച്ച് മോഡേൺ എക്കണോമിയിലേക്ക് ചൈന വളർന്നു. 2022 ചൈനയുടെ 64% ജീവിച്ചിരുന്നത് അർബൻ ഏരിയയിലായിരുന്നു. ഇന്ത്യയിലാകെ 36%. ഇന്ത്യയിൽ നല്ലൊരു വികസനം ഇനിയും വേണം. റെയിൽവേ, എയർപോർട്ട്, നല്ല ഇൻഫ്രാസ്ട്രക്ചറൊക്കെ. 2023ഓടെ തന്നെ ഇന്ത്യ പോപ്പുലേഷനിൽ ചൈനയെ തോൽപ്പിച്ചു. ചൈനയുടെ പോപ്പുലേഷൻ വയസ്സായിക്കൊണ്ടിരിക്കുമ്പോഴും ഇന്ത്യയുടെ പോപ്പുലേഷൻ്റെ പകുതിയും 30 വയസ്സിന് താഴെ തന്നെയാണ്. എന്നുവെച്ചാൽ പ്രൈം വർക്കിംഗ് ഏജ്. അതുകൊണ്ട് തന്നെ ഇന്ത്യ വളരാനുള്ള വഴികൾ തുറന്നു കിടക്കുന്നു. പക്ഷേ ജോലിയില്ലായ്മ രൂക്ഷമായിക്കൊണ്ടിരിക്കുകയാണ്. അതിനൊരു തടസ്സം തന്നെയാണ്. ഇന്ത്യയുടെ കോളേജ് ഗ്രാജുവേറ്റ്സ് ഇതിൽ പകുതിയും ജോലിയില്ലാതെ തന്നെയാണ് നിൽക്കുന്നത്. ഇതുപോലെ തന്നെ ഇന്ത്യയിലെ സ്ത്രീകൾ ജോലിക്ക് പോകുന്നത് കുറവ് തന്നെയാണ്. ഇതെല്ലാം തന്നെ ഇന്ത്യക്ക് വളരാനുള്ള ഓരോ വാതിലുകളും അടയ്ക്കുന്നു. ജോലിയുടെ കാര്യത്തിൽ തന്നെ ഒരു മാറ്റം വന്നാൽ ഇന്ത്യ കുതിച്ചുയരും. അതിന് ഇന്ത്യക്ക് ഇൻഫ്രാസ്ട്രക്ചറിലും വലിയൊരു മാറ്റം വരണം. തുറമുഖങ്ങളുടെ അഭാവവും എയർപോർട്ടുകളുടെ കുറവുമാണ്. എല്ലാത്തിനും ഇൻഫ്രാസ്ട്രക്ചർ വളർന്നാലേ ഇന്ത്യയുടെ വളർച്ച കൂടൂ. ഇതെല്ലാം കണ്ട് ചൈന നിലച്ച അവസ്ഥയിലുമാകും.